വിശ്വ, നമുക്ക് പോകാം. നിങ്ങൾ ചിറ്റപ്പൻ അയച്ചതാ. വരൂ. ഞാൻ അച്ഛൻ ബിസിയാണെന്നാണ് വിചാരിച്ചത്. ചിറ്റപ്പൻ പോലും ബിസിയാണ്. സോറി അങ്കിൾ. ദാറ്റ്സ് ഓൾ റൈറ്റ്. എന്തായാലും വണ്ടി അയച്ചു, അത് AC ആകാമായിരുന്നു. Daddy, this is India. വീട് ഇവിടേക്ക് കൊണ്ടുവരാനാ പറഞ്ഞത്. വരൂ വിശ്വ. പോലീസ് നിന്നെ കണ്ടില്ലല്ലോ. ഇല്ല ചേട്ടാ. രാജു, ഡ്രൈവറുടെ കയ്യിൽ നിന്ന് തോക്ക് വാങ്ങിക്ക്. എന്താ ഇവിടെ നടക്കുന്നേ? ഇവരൊക്കെ ആരാണ്? നിന്റെ മനസ്സിൽ 1000 ചോദ്യങ്ങളുണ്ടാവും. അതിനൊക്കെ നിന്റെ അച്ഛൻ മറുപടി പറയും. അച്ഛൻ എവിടെയുള്ള? ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്റെ അച്ഛനെ കാണുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. ചേട്ടൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. നീ വരുന്നുണ്ടെന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ടാവും. ചേട്ടൻ തന്നെ വിളിച്ചോളും. എന്താ വിശ്വ, എന്താ ഇതൊക്കെ? നിങ്ങളുടെ അച്ഛൻ വലിയ ബിസിനസ്മാനാണെന്ന് പറഞ്ഞിട്ട് ശരിക്കും അയാൾ ആരാ? എന്താ അയാളുടെ ബിസിനസ്? എന്തോ ബിസിനസ്സാന്ന് എന്നോട് പറഞ്ഞത്. സ്വന്തം അച്ഛൻ എന്ത് ബിസിനസ്സാന്ന് അറിയില്ലേ? ഒരു നല്ല ബിസിനസ്മാൻ ഇതുപോലെ പോലീസിന് ഭയന്ന് ജീവിക്കൂ? അങ്കിൾ, നിന്റെ അച്ഛൻ എന്തോ വലിയ തെറ്റ് ചെയ്യുന്നുണ്ട്. Daddy, മീരെ, പ്രണയിക്കുന്ന ഒരിക്കലും തെറ്റല്ല. പക്ഷെ പ്രണയിക്കുന്ന ചെറുക്കൻ ഏതാ, അവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ, എല്ലാം അറിഞ്ഞിരിക്കണം. മീര, എനിക്കൊന്നും അറിയില്ല. ഞാൻ നിങ്ങളെപ്പോലെ തന്നെയാ. ഇവിടെ വന്നതിന് ശേഷമാണ്. അച്ഛൻ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. വരൂ. നിന്നെ മാത്രം. വരൂ, അകത്തേക്ക് പോ. ചായ വേണ്ട, അവിടെ ഇരിക്കൂ. പോകല്ലേ? വരൂ, പോ. അച്ഛൻ മോളിലുണ്ട്, പോയിക്കോ. ഞാൻ അന്വേഷിച്ചു വരുന്ന ആൾ അച്ഛനാകരുത്. ഇതെല്ലാം കള്ളമായിരിക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. എന്നാൽ എനിക്കെല്ലാം മനസ്സിലായച്ച. അച്ഛൻ ആരാന്ന് എനിക്ക് മനസ്സിലായി. ഇതെല്ലാം ഞാൻ അറിയാതിരിക്കാനാണ് ഇത്രയും വർഷമായിട്ട് എന്നെ. നിങ്ങൾ ആരാണ്? എന്ത് തെറ്റാണ് ചെയ്യുന്നത്? അമ്മ മരിച്ച ശേഷം എന്നെ ഒറ്റയ്ക്കാക്കി ആർക്കു വേണ്ടിയാണ് ഇങ്ങനെ ജീവിക്കുന്നത്? പറയൂ അച്ഛാ.
ഇവർക്ക് വേണ്ടിയാ. ഇവന് നീയുണ്ട്, പക്ഷെ ഇവിടുത്തെ ജനങ്ങൾക്കൊരു നല്ല നേതാവായിട്ടും നിനക്ക് നല്ലൊരു അച്ഛനായിട്ടും ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എൻ്റെ ജീവിതം നിന്റെ ഭാവി ജീവിതത്തെ ബാധിക്കാൻ പാടില്ലെന്ന് കരുതിയ ഇത്രയും കാലം നിന്നെ വിട്ട് പിരിഞ്ഞിരുന്നത്. പിന്നെ എന്തിനാണ് അച്ഛൻ ഇങ്ങനെ ഒളിച്ച്? ഞാൻ ബുദ്ധനോ ഗാന്ധിജിയോ അല്ല. ഇതുവരെയ്ക്കും എൻ്റെ ജീവിതത്തിൽ എൻ്റെ മനസ്സിന് ശരിയെന്ന് തോന്നുന്നത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ശരിയാണോ തെറ്റാണോ എന്ന് ഞാൻ ആലോചിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ ചെയ്ത ഒന്നാണ് ഇന്ന് എൻ്റെ മുമ്പിൽ വളർന്നു നിൽക്കുന്നത്. അതിന്റെ ആവശ്യമൊന്നുമില്ല. ആരാണ്? നിങ്ങളുടെ മിത്രം, ശത്രുവിന്റെ ശത്രുമിത്രം രാമു. നന്ദി. കൺഗ്രാറ്റ്സ്. വേഗം പോ, എല്ലാരും രാമു വിടാൻ തേട്. രാമു രാമുവിനെ അറസ്റ്റ് ചെയ്യുവാൻ പോലീസ് 4 ഭാഗത്തേക്കും വലവീശിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളേവരും ജാഗരൂകരായിരിക്കുക. അച്ഛാ, പോലീസ്! ഞാൻ മരണത്തെ ഒരിക്കൽ പോലും പേടിച്ചിട്ടില്ല. നിന്റെ അമ്മയോടൊപ്പം ഞാനും പോകേണ്ടതായിരുന്നു. എന്നാൽ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് ഇവിടുത്തെ ജനങ്ങൾ. അവരെക്കുറിച്ച് ഓർത്തിട്ടായിരുന്നു ഞാൻ പോലീസിൽ സറണ്ടർ ആകാതെ ഒളിച്ചു ജീവിക്കുന്നത്. അത് വേണ്ട അച്ഛാ, അച്ഛൻ എൻ്റെ കൂടെ തന്നെ വരണം. എങ്ങോട്ട് പോകാനാ നീ പറയുന്നത്? ഇതൊറ്റയടിപ്പാതയാ. തിരിച്ചു പോകുന്നത് ജീവൻ മാത്ര.
ഒരു പ്രാവശ്യം നമുക്ക് അവസരം ഒത്തുകിട്ടിയ ഒന്നുകിൽ തകർക്കും അല്ലെങ്കിൽ രക്ഷിക്കും. മറ്റൊന്നും സംഭവിക്കില്ല. ഇങ്ങനൊരു ദിവസം നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല. നീ ഇത് മറന്നേക്ക്. തിരിച്ചു പോകാൻ നോക്ക്. അച്ഛൻ ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കുന്നു എന്ന ഒരേ ഒരു വിശ്വാസത്തിൽ മാത്രമാണ് ഞാൻ ഇത്ര വർഷമായിട്ട് അവിടെ. ഞാൻ പോകുന്നില്ല അച്ഛാ. തിരിച്ചിനി അവിടേക്കില്ല. ഈ ജീവിതം നിനക്ക് വേണ്ട വിശ്വ. ഇതെന്നോടൊപ്പം തീരണം. നീ പൊയ്ക്കോ. തിരിച്ചു പോയി വിവാഹം കഴിക്കണം. സന്തോഷമായിട്ട് ജീവിക്കണം. ഒരച്ഛൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹ. ചേട്ടാ, ആ അച്ഛനും മോളും നമ്മളെ കണ്ട് പേടിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി തന്നെ തിരിച്ചു പോവുക. ഞങ്ങൾ പറഞ്ഞിട്ട് കേൾക്കാതെ ഹോട്ടലിൽ താമസിക്കുക. ഏതു ഹോട്ടലില്ല? വേണ്ട ചേട്ടാ, ചുറ്റുപാടുകൾ അത്ര ശരിയല്ല. പോലീസുകാരും. നിങ്ങളെല്ലാവരും കൂടി വന്ന പ്രശ്നമാവും. ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം. ചേട്ടാ, ഇതെൻ്റെ മോൻ്റെ ജീവിതമാണ്. അച്ഛാ, ഇത് മീര. ഞാനിവിടെ രാമമായിട്ടല്ല വന്നിരിക്കുന്നേ, വിഷൻ്റെ അച്ഛനായിട്ടാ. ടൈമേ, മോൾ റെഡിയാവുക. ടാക്സി പോരും. പെട്ടെന്ന് പാക്ക് ചെയ്യണം. പുറപ്പെട്ടോളൂ. എൻ്റെ മകനെയും കൂട്ടിയിട്ട് പുറപ്പെട്ടോളൂ. നിങ്ങൾ കണ്ടത് എൻ്റെ ജീവിതമാണ്. അതിൽ വിഷുവിന് പങ്കില്ല. ഞാൻ കാരണം എൻ്റെ മോനെ ഉപേക്ഷിക്കരുത്. അച്ഛാ, എനിക്ക് വേണ്ടി അച്ഛൻ ആരുടെ മുന്നിലും വേണ്ട അച്ഛാ. അല്ല വിശ്വ, ഇത് നടക്കണം. സാർ, ഞാൻ ചെയ്ത തെറ്റിന് എൻ്റെ മോനെ ശിക്ഷിക്കും. We are from Crime Branch. ഡാൻസ് ടീമിൽ ജോയിൻ ചെയ്തോട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ അമ്മയുടെ സ്ഥാനത്തേക്ക് വന്നോട്ടെ. അച്ഛാ, അച്ഛാ, താങ്ക് യു. മിസ്റ്റർ വിശ്വ, എത്ര ശ്രമിച്ചിട്ടും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് നിന്റെ അച്ഛൻ അയാളുടെ ഏരിയയിൽ വെച്ച് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് നിന്നെ ഓസ്ട്രേലിയയിൽ നിന്ന് ഇങ്ങോട്ട് വരുത്തി അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള കരുക്കൾ നീക്കിയത്. ഐ എം സോറി.
ഓ